എവിടെയോ ഇതിന്റെ ഹ്യൂമറിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഇത് ഒരു ആക്ഷൻ ഉണ്ടെങ്കിലും പാട്ടുകളുണ്ടെങ്കിലും ഡാൻസും ഒക്കെ ഉണ്ടെങ്കിലും ഇതൊരു കോമിക് സിനിമയാണ്, ഒരു കോമഡി ചിത്രം തന്നെയാണ്. എന്തായാലും പാട്ടുകളെ കുറിച്ചുകൂടി ചോദിക്കാതെ വയ്യ. ദീപക് ദേവിന്റെ നല്ല അടിപൊളി പാട്ടുകളാണ്. ഒപ്പം ഒരു മധുരക്കിനാവിന്റെ അതിന്റെ റീമിക്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൃഥ്വിരാജ് എന്ത് പറയുന്നു? ഇതിന്റെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മധുരക്കിനാവിൻ എന്ന് പറയുന്ന സോങ്ങും പ്രണയനില എന്ന് പറയുന്ന പാട്ടും തില്ലാന എന്ന് പറയുന്ന ആ 3 പാട്ടുകളും ഭയങ്കരമായി ഒരു റേഡിയോസിലും ചാനൽസിലുമൊക്കെ വ്യൂവർഷിപ്പ്, ഇന്റർനെറ്റിലുമൊക്കെ വ്യൂവർഷിപ്പ് വന്ന 3 പാട്ടുകളാണ്. തീർച്ചയായിട്ടും ഈ സിനിമയിൽ ഈ 3 പാട്ടുകളും ഭയങ്കരമായി ഈ സിനിമയുടെ നേരത്തെ പറഞ്ഞൊരു ഫെസ്റ്റിവൽ മൂഡിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 3 പാട്ടുകളാണ്. ദീപകിന്റെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള 3 സ്കോറുകളാണ് ഈ 3 പാട്ടുകളും. പിന്നെ ഈ ഓണം റിലീസിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അന്നേ ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പേ ദീപു എന്നോട് പറഞ്ഞിരുന്നു ഇതിനകത്ത് മധുരക്കിനാവൻ എന്ന് പറഞ്ഞ പാട്ടിന്റെ റീമിക്സ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അന്ന് ദീപിനോട് ചോദിച്ചു ഇതിന്റെ റൈറ്റ്സ്, അന്നതൊന്നും വാങ്ങിച്ചിട്ടില്ല. അന്ന് ദീപ് പറഞ്ഞില്ല, എങ്ങനെയെങ്കിലും ഇതിന്റെ റൈറ്റ്സ് വാങ്ങിക്കും, ഈ പാട്ട് റീമിക്സ് ചെയ്യും, ഈ പടത്തിൽ ഉണ്ടാകും. അപ്പോൾ ദീപ് അത് പറഞ്ഞ പോലെ തന്നെ എൻ്റെ പ്രൊഡ്യൂസറെ കൊണ്ട് റൈറ്റ്സ് വാങ്ങിപ്പിച്ചു, അത് ഒരു റെട്രോ മിക്സ് ചെയ്യിപ്പിച്ചു, പടത്തിൽ അതുണ്ട്. അതെനിക്ക് തോന്നുന്നു ഇന്ന് തിയേറ്ററിൽ 3 ഷോ കഴിഞ്ഞപ്പോഴും ആ പാട്ട് വരുമ്പോൾ എല്ലാ തിയേറ്റേഴ്സിലും ആൾക്കാർ എണീറ്റ് സ്ക്രീനിന്റെ ഫ്രണ്ടിൽ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ ആ ക്രിയേഷൻ ഒരു ജീനിയസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ശ്യാം സാറും ബിച്ചു തിരുമലയും ഒരുമിച്ച് ഉണ്ടാക്കിയ ആ ഗാനം അന്നും ആൾക്കാരെ കൊണ്ട് കൈയടിപ്പിച്ചു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇന്നും അത് ആൾക്കാരെ കൊണ്ട് കൈയടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പാട്ട് തീർച്ചയായിട്ടും, ആ പാട്ടും മറ്റു പാട്ടുകളെല്ലാം ഈ സിനിമയ്ക്ക്. എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഡാൻസ് ചെയ്യുന്നത് ഇതുവരെ കണ്ടിട്ടില്ല പ്രേക്ഷകർ. അത് ഞാൻ നന്ദി പറയേണ്ടത് ബൃന്ദ എന്ന് പറയുന്ന കോറിയോഗ്രാഫറിനോടാണ്. കാരണം ഞാനൊരു ഭയങ്കര ഡാൻസർ ആയതുകൊണ്ടല്ല, അത് എൻ്റെ 30-40 സിനിമകൾക്ക് കോറിയോഗ്രാഫി ചെയ്ത പരിചയം വെച്ച് എന്നെ കൊണ്ട് എന്ത് ചെയ്യിച്ചാലാണ് ബോറാകാത്തത് എന്നതിനെ പറ്റി വ്യക്തമായ ധാരണയുള്ളതിൻ്റെ ഒരു ഗുണമാണ്. പിന്നെ ഓഫ് കോഴ്സ് ദീപു ആ പാട്ടിന് കൊടുത്തൊരു കൺസെപ്റ്റ്, അതിൻ്റെ ഡിസൈൻ, ലുക്ക്, ശ്യാമിൻ്റെ സിനിമാറ്റോഗ്രാഫി എല്ലാം അതിലേക്ക് സഹായിച്ചിട്ടുണ്ട്. എന്തായാലും പൃഥ്വിരാജ് ഇപ്പോൾ അടുത്ത കാലത്തായി ഒരുപാട് യങ് ടാലന്റഡ് ആയ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ദീപു കരുണാകരനെ പോലെയുള്ള ആളുകളുടെ കൂടെ നല്ല വലിയ സംവിധായകർക്കൊപ്പം വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത്രയും യങ് ആയിട്ടുള്ള ആളുകൾക്കൊപ്പം വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു അനുഭവത്തെ കുറിച്ച്. ദീപുവിന്റെ കാര്യം എനിക്ക് വളരെ സ്പെഷ്യലാണ്. കാരണം ദീപുവും ഞാനും സിനിമയിൽ വരുന്നതിന് മുമ്പ് സുഹൃത്തുക്കളാണ്. ദീപും ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്, ഞാനും ട്രിവാൻഡ്രത്താണ്. ദീപും ഞാനും സിനിമയിൽ വരുന്നത് ഒരുമിച്ചാണ്. ഞാനൊരു നടനായി അരങ്ങേറിയപ്പോഴാണ് ദീപു ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇൻഡസ്ട്രിയിൽ വരുന്നത്. അപ്പം അന്ന് ഒരുമിച്ച് നമ്മൾ ഒരു സിനിമയിൽ ദീപു അസിസ്റ്റന്റായിട്ടും ഞാൻ നടനായിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അന്നിങ്ങനെ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്തും ഷൂട്ടിംഗ് സമയത്തും എല്ലാം ട്രിവാൻഡ്രത്തുള്ളപ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ വൈകുന്നേരങ്ങളിൽ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മുടെ സിനിമാ സ്വപ്നങ്ങൾ ഒരുപാട് നമ്മൾ പങ്കുവെച്ചിട്ടുണ്ട്. അന്നത്തെ സ്വപ്നങ്ങൾ 5 വർഷത്തിനുള്ളിൽ ഓസ്കാർ ആയിരുന്നുവെങ്കിലും ഇന്നിപ്പോൾ ദീപു ഒരു കമേഴ്ഷ്യൽ സിനിമയിലെ ഒരു സെയിലബിൾ ഡയറക്ടറും ഞാനൊരു നടനുമായി 10 വർഷത്തിനിടയിൽ നമ്മൾ രണ്ടുപേരും നമ്മുടെ കരിയറിൽ ഇവിടെ എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജി ഉണ്ട് അതിന്. അതുകൊണ്ട് ദീപു എന്നെ സിനിമയ്ക്ക് പുറത്ത് എന്നെ അറിയാവുന്ന അപൂർവം ചില സുഹൃത്തുക്കളിൽ ഒരാളാണ്. ഏതായാലും പൃഥ്വിരാജിന് ഇപ്പം എല്ലാ ഓണാശംസകളും പെരുന്നാൾ ആശംസകളും അഡ്വാൻസ് ആയിട്ട് നേരുകയാണ്. തീർച്ചയായിട്ടും ഏഷ്യാനെറ്റ് ന്യൂസിന്റെയും എല്ലാ പ്രേക്ഷകർക്കും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യം നിറഞ്ഞൊരു ഓണവും റംസാനും ഞാൻ ആശംസിക്കുന്നു. എല്ലാവരും കുടുംബസമേതം തിയേറ്ററിൽ പോയി തേജാബായി ആൻഡ് ഫാമിലി കാണുക. ആ സിനിമയിൽ ഒരുപാട് ചിരിക്കാനും ഒരുപാട് ആസ്വദിക്കാനുമുള്ള മുഹൂർത്തങ്ങളുണ്ട്. തീർച്ചയായിട്ടും ആ സിനിമയെ അനുഗ്രഹിക്കുക. പൃഥ്വിരാജിന് വളരെയധികം നന്ദി. എൻ്റർടൈൻമെന്റ് ന്യൂസിൽ വന്നതിന് എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി. താങ്ക് യു സോ മച്ച്. ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചെത്താം.